Today, we have with us Mr. Gautam Jain, Chief Architect, Diatech Homes, sharing some valuable perspectives on architectural insights and practices. കേരളത്തിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു ജോഗ്രഫിയും ക്ലൈമറ്റും ഒക്കെ എങ്ങനെയാണ് ഈ ആർക്കിടെക്ചറൽ സ്റ്റൈലിനെയും ഡിസൈനിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കേരളത്തിന് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ട്. ദാറ്റ്സ് ഡിഫറെന്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ലൈക്ക് കർണാടക ആണെങ്കിലും തമിഴ്നാട് ആണെങ്കിലും ഇറ്റ്സ് ഡിഫറെന്റ് ബിക്കോസ് കേരള നിൽക്കുന്നത് ടുവേർഡ്സ് വെസ്റ്റേൺ സൈഡ് ഓഫ് വെസ്റ്റേൺ ഗാറ്റ്സ് ആണ്. സോ തമിഴ്നാട്ടിലുള്ള ക്ലൈമറ്റില്ല കേരളത്തിലുള്ളത്, കർണാടകയിലുള്ള ക്ലൈമറ്റില്ല കേരളത്തിലുള്ളത്, ആൻഡ് ഈ ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെക്കാട്ടിയൊക്കെ ഭയങ്കര യൂണീക്കാണ്. സോ നമ്മുടെ പ്രിവെയിലിംഗ് മൺസൂൺ വിൻസ് വിച്ച് ഈസ് ഫ്രം സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ്, അത് ഏറ്റവും കൂടുതൽ നമുക്ക് റെയിൻ കിട്ടുന്നത് കേരളത്തിലാണ്. അപ്പം ആ ഒരു മഴ ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി 6 months റെയിൻ 6 months ആണ്. സോ 6 മാസം മഴ. സോ ബിൽഡിങ്സിന്റെ ഒരു ഇറ്റ്സ് ലൈക്ക് എ വില്ലൻ വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു യൂറോപ്യൻ സ്റ്റൈലോ ഒരു അമേരിക്കൻ സ്റ്റൈലോ ഒരിക്കലും ഒരു ആർക്കിടെക്ചർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ട്രഡീഷണൽ ലൈക്ക് 1500s 1600s മുതൽ ഡെവലപ്പായി വന്ന കേരളത്തിനുള്ള ഒരു യുണീക്ക് ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നമുക്കുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചർ സ്റ്റൈൽസ് മേ ബി ക്ലയൻസ് പറയുമ്പോൾ സ്ലോപ്പിംഗ് റൂഫാണ്. ഫസ്റ്റ് സ്ലോപ്പിംഗ് റൂഫ് എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ റെയിൻ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു 6 മാസം വെള്ളം തട്ടിക്കിടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ്. സോ സ്ലോപ്പിംഗ് റൂഫ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ വാട്ടർ ടു ഫ്ലോ. അതാണ് മെയിൻ കൺസെപ്റ്റ്. ഇറ്റ്സ് ലൈക്ക് ഹൗ കേരള ആർക്കിടെക്ചർ ഈസ് ബോൺ. അത് മേ ബി നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സ്ലോപ്പിംഗ് റൂഫിന്റെ ആവശ്യം കാണും. അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്പിലും അമേരിക്കയിലും കാണുന്ന ഫ്ലാറ്റ് മോഡേൺ ഗ്ലാസ് ഇട്ട ഫസാഡ്സ് എല്ലാം അതെല്ലാം ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് സ്യൂട്ട് ബിക്കോസ് ഇറ്റ്സ് എ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അപ്പം ഹീറ്റ് എസ്കേപ്പ് ചെയ്യാനോ ഉള്ള ഒരു ഇതിൽ. സോ അങ്ങനെയാണ് ഈ കേരള ആർക്കിടെക്ചർ മോഡൽ ഡെവലപ്പായി വന്നത്. അതിന് വേറെ ഒരുപാട് വേരിയേഷൻസ് 4 കെട്ട് 8 കെട്ട് 16 കെട്ട് അങ്ങനെ പല പല വേരിയേഷൻസ് ഉണ്ട്. സോ അതിനെ പല രീതിയിലും ആൾക്കാർ ഇത് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു ആർക്കിടെക്ചർ എലമെന്റ്സ് ആയിട്ട് എടുത്തു, മോഡേൺ ആർക്കിടെക്ചറിൽ ഓരോരോ എലമെന്റ്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണ് ഓർഗാനിക് ആയിട്ട് വളർന്നു വന്നൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള 4 കെട്ടുകൾ, പിന്നെ അതുപോലെ സ്ലോപ്ഡ് റൂഫ്സ്, ഇങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ എലമെന്റ്സ് എങ്ങനെയാണ് മോഡേൺ പ്രോജക്ട്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഇരിക്കുമ്പോൾ ലെറ്റ്സ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആദ്യമൊക്കെ ഷെൽട്ടർ, ജസ്റ്റ് മഴയത്തൊന്നും വെയിലത്തൊന്നും ഒരു ഷെൽട്ടർ, പിന്നെ അതിപോളായി തെർമൽ കംഫോർട്ട് എന്നുള്ള ടേം മനസ്സിലായത്. അതും പാസീവും ആക്റ്റീവും. നമ്മൾ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ തണുക്കരുത്, ഉഷ്ണിക്കരുത്. തെർമൽ കംഫോർട്ട് വന്നാലേ ഓരോ ആൾക്കാർക്കും അവരുടെ മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നതാണ്. സോ ഇറ്റ്സ് ലെറ്റ്സ് സേ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അറിയാലോ അത്ര ഹൈ ഹ്യൂമിഡിറ്റി ഇതുള്ള ക്ലൈമറ്റിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതിൽ ലെറ്റ്സ് സേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ട്രഡീഷണൽ ആർക്കിടെക്ചർ ആകുമ്പോൾ ഓടിട്ട സ്ലോപ്പ് വീട്, പിന്നെ തട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതൊക്കെ ടിമ്പർ ഉപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് അത്ര അബണ്ടന്റ് ആയിട്ട് ടിമ്പർ കിട്ടുന്നുണ്ടാണ്. സോ അതിന്റെ ഒരു എവല്യൂഷൻ ഹൗ ഇറ്റ് ഇവോൾവ്. പഴയ 4 കെട്ട് 4 കെട്ടിന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ 4 കെട്ട് എന്ന് പറയുമ്പോൾ ഒരു കെട്ടിന്റെ 4 ചുറ്റുമുള്ള സൈഡ്സ് ആണ് ബേസിക്കലി. ആ നടുക്കുള്ള സ്ഥലങ്ങൾ മേ ബി നമ്മൾ ഒരു വാട്ടർ ബോഡി ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോഡി ഓപ്പൺ ടു സ്കൈ, മേളിൽ ആകാശമുണ്ട്, ചുറ്റും മുറികളാണെങ്കിൽ ആ ഒരു വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല. ഇപ്പോഴത്തെ വീടുകളൊന്നും ഇല്ല. അതൊരു ജസ്റ്റ് ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ഒരു കോട്ടിയാട് എന്ന് പറഞ്ഞ് കൊണ്ടുവെക്കും. ദ മെയിൻ സയൻസ് ബിഹൈൻഡ് ഈസ് ലൈക്ക് ഇറ്റ്സ് പ്യുവർ ക്ലൈമറ്റോളജി. നമ്മൾ ആ ഒരു നടുമുറ്റം ക്രിയേറ്റ് ചെയ്തു, അതിനകത്തൊരു വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ സൂര്യൻ ഡയറക്റ്റ് അതിനകത്ത് വീഴും. അപ്പം ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്നുള്ളൊരു ഇതാണ് നടക്കുന്നത്. സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറയും. ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാവും ആ നടുമുറ്റത്ത്. സോ ചുറ്റുപാടുള്ള റൂംസിൽ നിന്ന് എയർ ഫ്ലോ ഇങ്ങോട്ട് വരും, ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. എന്നിട്ട് അതിങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഫ്ലോ ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടേയിരിക്കും. സോ ആ ഒരു ജനലൊക്കെ തുറന്നിട്ടാലും ആ കണ്ടിന്യൂസ് എയർ ഫ്ലോ നടന്നുകൊണ്ടിരിക്കും ഈ ചൂട് അടിക്കുന്ന സമയത്ത്. അപ്പം അത് കാരണം ഒരു എയർ ഫ്ലോ കാരണം ഒരു തെർമൽ കംഫോർട്ട് ഉണ്ടാവും. എയർ കെട്ടി നിൽക്കുമ്പോഴാണ് ഒരു കംഫോർട്ട് കുറയുന്നത്. അപ്പൊ ഇങ്ങനെ ഫ്ലോ നടക്കുന്ന സമയത്ത് ജനൽ തുറന്നിടുമ്പോൾ ആ റൂമിൽ നിൽക്കുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷറിലോട്ട് അതിന് സർക്കുലേറ്റ് ചെയ്ത് വീട് മൊത്തം ഇങ്ങനെ ഫ്രഷ് എയർ വന്നുകൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി ഒരു ക്ലൈമറ്റോളജി ആസ്പെക്ട്. അതൊരു മോഡേൺ ആർക്കിടെക്ചറിലോട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കൂടുതലും ആൾക്കാർ അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു നടുമുറ്റം അത് നമ്മളൊരു
കെട്ടി നിർത്തി കുറച്ച് വെള്ളം ഒഴിച്ച് നിൽക്കുക. പക്ഷെ അതൊരു ഡിസൈൻ എലമെന്റ് അല്ലാതെ ഒരു പ്രോപ്പർ തെർമൽ കംഫർട്ട്, അവിടുത്തെ നമ്മുടെ സൈറ്റ് അനാലിസിസ് ചെയ്ത് അതിന്റെ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി. പണ്ടൊക്കെ നമ്മൾ ഈ സൂര്യന്റെ ഇത് നോക്കിയിട്ട് ഇവിടെ ആയിരിക്കും വെയിൽ, അല്ലെ കാറ്റിന് ഇങ്ങനെ ആയിരിക്കും വീട്. പക്ഷെ ഇപ്പൊ എല്ലാം അടുപ്പിച്ച് വീടുകളാണ്. ഇപ്പൊ ഓരോ മൈക്രോ ക്ലൈമറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഒരു പ്ലോട്ടിൽ പോയി നിൽക്കുമ്പോൾ അതിന്റെ വിൻഡ് ഡയറക്ഷൻ ആ ഒരു ഏരിയ വെച്ചായിരിക്കില്ല, ചിലപ്പം തൊട്ടടുത്തുള്ള വീടിന്റെ ഇടയ്ക്കൂടെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് എടുക്കണം. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര സൈറ്റ് സ്പെസിഫിക് ആണ് ഇതെല്ലാം. അപ്പം ഇവോൾവ് ചെയ്തത് റാദർ ദാൻ ടേക്കിംഗ് എലമെന്റ്സ്. ഇപ്പൊ ആൾക്കാർ എന്താ വെച്ചാൽ ഒരു മോഡേൺ കോൺക്രീറ്റ് വീട് കെട്ടിയിട്ട് ഒരു സൈഡിൽ കൊണ്ട് കോൺക്രീറ്റ് ഇങ്ങനെ ഒരു കൂര കെട്ടി. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ക്ലൈമറ്റോളജി ഓർ തെർമൽ കംഫർട്ട്, റാദർ ദാൻ ഒരു എസ്തെറ്റിക് ഫീലും ഉണ്ട്. സോ റാദർ ദാൻ ടേക്കിംഗ് ദ എലമെന്റ്സ്, അതിന്റെ ബാക്കിലുള്ള ക്ലൈമറ്റോളജി ആസ്പെക്റ്റും കൂടെ എടുക്കുകയാണെങ്കിൽ കൂടുതലും തെർമൽ കംഫർട്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ലെറ്റ്സ് ഒരു 2% ക്ലൈൻസ് ആയിരിക്കും ബേസിക് ആയിട്ട് ഇത് വേണ്ട എന്താണ് പാസീവ് ആയിട്ടുള്ള ക്ലൈമറ്റ് കംഫർട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ എല്ലാവരും AC ഉപയോഗിക്കുകയാണ്. സോ പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് മച്ച്. ഇപ്പോൾ വളർന്നു വരുന്ന ഒരു കൺസേൺ ആണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസും അങ്ങനത്തെ മെറ്റീരിയൽസും ഒക്കെ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? സോ സസ്റ്റൈനബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ്. സസ്റ്റൈനബിലിറ്റി ബേസിക്കലി മീൻസ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ നമ്മൾ ഈ ഒരു പ്രസന്റ് ടൈം കടമെടുക്കുന്നതാണ്. സോ സസ്റ്റൈനബിലിറ്റി ഇൻ കൺസ്ട്രക്ഷൻ ഓർ ആർക്കിടെക്ചർ അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലെല്ലാം ഗ്ലാസ് ഫസാഡ്സ് ആണ്. അത് ചില ആൾക്കാർ അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ബേസിക്കലി ഇറ്റലിയിൽ നിന്ന് ഒരു സാധനം ഇവിടെ വരിക, ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിൽ വാട്ടവർ, ഒരു ഷാൻലിയർ ആണെങ്കിൽ തന്നെ ഇറ്റലിയിൽ നിന്ന് ഇവിടെ വരിക. സോ അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ആ ഒരു ഇതൊക്കെ അത്രയും എനർജി സ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു സാധനം എത്തിക്കാൻ പറ്റും. ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് ലോറി ബാക്ക്. സോ പുള്ളി ചെയ്തോണ്ടിരുന്ന വെച്ചാൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അക്വയർ ചെയ്ത് അവിടെ വെച്ച് ഓൺ സൈറ്റ് പണിയും. ലെറ്റ്സ് സേ മഡ് ബ്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം കണ്ടംപററി ആയിട്ട് പറയുകയാണെങ്കിൽ വിനു ഡാനിയൽ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഉണ്ട്. ഈസ് എ യങ്. പുള്ളി ചെയ്യുന്ന വെച്ചാൽ സൈറ്റിൽ പോകും, അവിടുത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് റാംഡ് എർത്ത് വെച്ച് ആ മണ്ണ് ഉപയോഗിച്ച് തന്നെയാണ് ബിൽഡിംഗ് പണിയുന്നത്. പുള്ളി പറഞ്ഞൊരു ടേം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊരു മൺവെട്ടി ഒരു തൂമ്പ എടുത്ത് ഒരു മണ്ണ് വെട്ടി മാറ്റിയിടുകയാണെങ്കിൽ തന്നെ അത് എക്കോസിസ്റ്റത്തിന് അത്രയും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സോ അങ്ങനെ സ്ഥലത്താണ് നമ്മൾ ഈ ലോകത്തുനിന്ന് അറ്റത്തു നിന്നുള്ള ഓരോ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക, എക്സ്പോർട്ട് ചെയ്യുക വരിക. അപ്പൊ അതിന് അത്രയും എനർജി വേസ്റ്റേജ് ആണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ ലെറ്റ്സ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ. സ്റ്റിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഒരു 5 kilometers to 50 kilometers അക്വയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നമുക്ക് ആ ഒരു എന്താണ് പറയാ കാർബൺ ഫുട്ടേജ് കുറയ്ക്കാൻ പറ്റും, എക്കോളജിക്കൽ ഫുട്ടേജ് കുറയ്ക്കാൻ പറ്റും, നമ്മൾ ആ എർത്തിന് കൊടുക്കുന്ന ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ആസ് ബേസിക്കലി സസ്റ്റൈനബിലിറ്റി. അത് ഒരു മോഡേൺ ആർക്കിടെക്ചറിൽ ഏറ്റവും കൂടുതലും എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ബിക്കോസ് പീപ്പിൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻസ് പോലെ ഒക്കെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസിൽ ഹോംസ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതൊരു ആർക്കിടെക്റ്റ് മാത്രം ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. ഇറ്റ് goes beyond the border. It's like ecologists will be involved, planners will be involved. There's a document called Risk Informed Master Plan. നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്ത് ലെവലാണോന്ന് എനിക്കറിയാം, റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻസ് അവിടെ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് കൺസ്ട്രക്ഷൻ മാത്രമല്ല, കസ്തൂരി രംഗൻ റിപ്പോർട്ടുണ്ട്. അതിനകത്ത് സോൺ 1, സോൺ 2, സോൺ 3. അതിനകത്ത് സോൺ 1 കൺസ്ട്രക്ഷനേ പാടില്ല. അപ്പൊ അങ്ങനെ ഓരോ വെസ്റ്റേൺ ഗാർഡ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതാണ്. ബേസിക്കലി ദ മെയിൻ ഇൻഫ്ലുവൻസ് ഇസ് ലൈക്ക് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലോ കോസ്റ്റൽ റീജിയൻസിലോ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല, അത്രയും സെൻസിറ്റീവ് ആണ്. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ലാസ്റ്റ് ഇയർ നടന്ന മുണ്ടക്കയം ഇൻസിഡന്റ്, മെയിൻ ഇൻസിഡന്റ് ആണ്. സോ നമ്മൾ എത്രത്തോളം ആ ഒരു ഇതിൽ, ബിക്കോസ് വി ആർ നോട്ട് റെസീലിയൻറ്റ് ടു ഡു സോ. നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ്, നമ്മുടെ ഫുട് പ്രിന്റ് ഭയങ്കര കൂടുതലാണ് കേരളത്തിലുള്ളത്. പക്ഷേ ദാറ്റ് ഡസന്റ് മീൻ നമ്മൾ എത്രത്തോളം നമ്മൾ എക്കോളജിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നോ അതനുസരിച്ച് തിരിച്ച് ഡിസ്റ്റർബ് ചെയ്യും. ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് കാണും ലെറ്റ്സ് സേ ഒരു 2050 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു
1 feet to 2 feet നമ്മുടെ വാട്ടർ ബോഡി നമ്മുടെ സീ ലെവൽ റൈസ് ആവുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അറൌണ്ട് മോസ്റ്റ് ഓഫ് ദ ഏരിയ ഇൻ കൊച്ചി വിൽ ബി സബ്മേർജ്ഡ്. അപ്പൊ അത്രയും ഒരടി പൊങ്ങിയാൽ മതി, അത്രയും മതി. സോ ആ ഒരു ഇതിൽ നമ്മൾ അത്രത്തോളം ലൈക്ക് വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും കൺസ്ട്രക്ഷൻ പുഷ് ചെയ്യുന്നു. അത് എഫക്ട് ഇറ്റ് വിൽ ബി റീസെന്റ് അല്ലെങ്കിലും ബിറ്റ്വീൻ 5 to 10 ഓർ ബിലോ 20 years ഇറ്റ് വിൽ ബി ഷോൺ. അതിന്റെ മെയിൻ ജീവനാണ് ഭീഷണി. ഇവിടെ വരുന്ന ക്ലയൻസ് പലരും സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് നീഡ്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. സോ ആസ് എൻ ആർക്കിടെക്ട് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സോ ഒരു ക്ലയന്റ് വരുന്ന ടൈമിൽ he should be having a site, particular site, or they'll be planning to buy a site. So site and their requirements, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 സെന്റ് കൊണ്ടുവന്നിട്ട് ഒരു 20,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ വെച്ചാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. സോ സൈറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ലെറ്റ്സ് സേ one client is having a land somewhere in corporation area or something like that, and അതൊരു മാർഷി ഏരിയ ആണ്, ചതുപ്പ് നിലമാണ്, ആൻഡ് അവിടെയാണ് അവർക്ക് സ്ഥലമുള്ളത്. he or she wants to build a house there. സോ വീട് പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ വീട് പണിയാൻ പറ്റും, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ടെക്നോളജി ഈ ഒരു സമയത്ത് അത്രയും ഡെവലപ്ഡ് ആണ്. അപ്പം കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്, ഞാൻ ചതുപ്പ് നിലങ്ങളിൽ വീട് വെക്കാൻ പറയുമ്പോൾ ഞാൻ പറയും ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. ബേസിക്കലി ആസ് പെർ റൂൾ നമ്മുടെ ഓരോ ഇവിടെയും ഗ്രീൻ ബെൽറ്റ് എന്നൊരു സാധനമുണ്ട്. അത് ആ ഒരു സ്ഥലത്ത് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാർഷി ഏരിയ, ആ ബെൽറ്റ് ഫുൾ ബ്രേക്ക് ആവും. അതൊരു എക്കോസിസ്റ്റം ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗവൺമെന്റ് ഒരു ഡേറ്റ ബുക്കിനകത്ത് എല്ലാ സർവേ നമ്പേഴ്സ് ഉൾപ്പെടെ അത് ഇത് വരുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ബേസിക്കലി ടു കൺസേർവ് ദ മാർഷി ലാൻഡ്സ്. സോ കേരളത്തിലൊരു ലാർജ് പെർസെൻറ്റേജ് എനിക്ക് ഓർമ്മയില്ല, ലാർജ് എമൗണ്ട് ഓഫ് മാർഷി ലാൻഡ്സ് ഉണ്ട്. അതിനകത്ത് പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ വിത്ത് സർട്ടൻ മെഷേഴ്സ് വി ക്യാൻ ബിൽഡ്. ബട്ട് അതൊരു എൻ്റെ ഒരു ആസ്പെക്ട് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എത്തിക്കലി കറക്റ്റ് എന്ന് ഞാൻ പറയാം. അത് ഒരുപാട് പ്രശ്നങ്ങൾ വരും വീട് വെക്കുമ്പോൾ. നോർമലി കൂടെ വീട് വെച്ചാൽ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഈർപ്പം വരാം, ഭിത്തിയിലൊക്കെ പൊളിഞ്ഞിളങ്ങാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. വേണമെങ്കിൽ വീട് ഇരിക്കാം, പ്രോപ്പർ ഫൗണ്ടേഷൻ കൊടുത്തില്ല, പല പല ചാൻസ്, വെള്ളം കെട്ടാം, പല പല പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഇതൊക്കെ നമുക്ക് ടെക്നിക്കലി ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഒരു എത്തിക്കൽ റീസൺ വരുമ്പോൾ, എക്കോളജിക്കൽ ആസ്പെക്ട് വരുമ്പോൾ ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. സോ അതൊരു സൈഡ് വൈസ്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവിടെ ക്ലയന്റിന് റിക്വയർമെന്റ് അതനുസരിച്ച് വി ക്യാൻ ഡിസൈൻ. അതെന്താണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഇത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ പറയും ഒരു 4 സെന്റിൽ ഒരു ലെറ്റ്സ് ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് വീട് ഡിസൈൻ ചെയ്യും. ആൻഡ് ഒരു ഫോട്ടോ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ടിന്റെയോ നെയ്ബറിന്റെയോ വീട് കണ്ടിട്ടായിരിക്കും അവർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അവർക്ക് ചിലപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് വേണമായിരിക്കും. ചിലപ്പം ആ ഒരു ആസ്പെക്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. അപ്പം ഒരു ആർക്കിടെക്ടിന്റെ ജോലി എന്ന് വെച്ചാൽ എല്ലാം യെസ് പറയും, അതെന്താണോ പറ്റുന്നത്. ചില ക്ലയൻസിന്റെ അടുത്ത് ഞാൻ നോ പറയും, ചെയ്ത് കൊടുക്കാം, ഞാൻ വരച്ചു തരാം, ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. പക്ഷെ നിങ്ങൾക്ക് അത് വരച്ചു തരുമ്പം യു വിൽ ബി ഹാവിങ് ദ ഡിഫിക്കൽട്ടി. പ്ലാൻ എന്ന് പറയുമ്പം ബേസിക്കലി നമ്മൾ വരച്ചു കൊടുക്കുന്നതാണെങ്കിലും അവരവിടെ ഒരു നെക്സ്റ്റ് 50 years അവിടെ ജീവിക്കേണ്ടവരാണ് അല്ലേ. ഈ വാൾസിനകത്തൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് അല്ലേ, അവരെല്ലായിടത്തും ഇന്ററാക്ട് ചെയ്യുന്നതും അതെല്ലാം. അതിപ്പം സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി പ്ലാൻ എ ഹൗസ്. അവിടെ ഓരോ ആൾക്കാരെ, വീട്ടിലുള്ള ആൾക്കാരെ റിക്വയർമെന്റ്സ് ഇത് ചെയ്ത് അങ്ങനെയൊക്കെ വേണം ചെയ്യും. സോ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കാം. അല്ല, ചില ആൾക്കാർ ഭയങ്കര അഡാൻറ്റ് ആണ്, അവർക്ക് അങ്ങനെ തന്നെ വേണം. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് ബേസിക്കലി ആർക്കിടെക്ചർ എന്ന് പറയുന്ന സബ്ജക്ട് ഈസ് ലൈക്ക് ഫൈൻ ആർട്സ് അല്ല. ഇത് ആർക്കിടെക്ചർ ബേസിക്കലി ഒരു സയൻസ് പോർഷൻ ഉണ്ട്, ഒരു ആർട്ട് പോർഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആയി വരുമ്പോഴാണ് ആർക്കിടെക്ചർ ആവുന്നത്. സോ ബേസിക്കലി ഫൈൻ ആർട്സ് അല്ല. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു വീട് പണിയാൻ പറ്റില്ല. ദർ ആർ ആർക്കിടെക്ട്സ് ഹു ഡു ദാറ്റ്. ലൈക്ക് ക്ലയന്റ് റെക്കമെൻഡ്സ് ഇല്ല, വി വിൽ ഡു ഇറ്റ്. ആൻഡ് അങ്ങനെയുള്ള ക്ലയൻസും ഉണ്ട് ഹു വിൽ ബി ഹാപ്പി ടു ടേക്ക് ഇറ്റ്. പക്ഷേ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ അങ്ങനല്ല. നമ്മളല്ല, ആസ് എൻ ആർക്കിടെക്ട് ഞാനല്ല അവിടെ താമസിക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി ദ ക്ലയന്റ്. സോ അവരുടെ ആസ്പെക്റ്റും ഇറ്റ് വിൽ ബി ലൈക്ക് 50-50. ലോ കോസ്റ്റ് ഹൗസസും അതുപോലെ തന്നെ അഫോർഡബിൾ ഹൗസസും, ഈ രണ്ട് ആസ്പെക്ട്സ് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്?
സോ ഇതൊരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. സോ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്, ലൈക്ക് പീപ്പിൾ വിൽ ബി നോയിങ് ടാറ്റ നാനോ. വെൻ ദേ മാർക്കറ്റഡ് ഇറ്റ്, ടാറ്റ ഗ്രൂപ്പ് മാർക്കറ്റ് ഇറ്റ് ആസ് ദ ചീപ്പസ്റ്റ് കാർ. അതായിരുന്നു നാനോയ്ക്ക് വന്ന ഏറ്റവും വലിയ ഡൗൺഫോൾ. ചീപ്പസ്റ്റ് കാർ, പീപ്പിൾ ഡോണ്ട് ലൈക്ക് ദ വേർഡ് ചീപ്പ്. അതിന് പകരം ഇഫ് ദേ വുഡ് ഹാവ് യൂസ്ഡ് അഫോർഡബിൾ കാർ, കുറച്ചുകൂടെ മാർക്കറ്റ് ഇതായിരുന്നു. സോ ബേസിക്കലി ലോ കോസ്റ്റ് ഓർ ചീപ്പ് വാട്ട് എവർ ആൻഡ് അഫോർഡബിൾ, അത് എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സജസ്റ്റ്, കോസ്റ്റിൽ കുറവുള്ള വീട്. ഇപ്പം PMAY ഉണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിനകത്ത് ഓരോ കാറ്റഗറി ആൾക്കാർക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര വീട് നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ലോൺസ് കൊടുക്കുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. സോ ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്ക് കുറച്ച്, ഇപ്പൊ നമ്മൾ ഭയങ്കര അഡ്വർടൈസ്മെന്റ്സ് കാണുന്നു ലോ കോസ്റ്റ് വീടുകൾ വെച്ച് നിർമ്മിക്കുന്നു. അത് ഒരുപാട് ആൾക്കാർ അട്രാക്റ്റഡ് ആവുന്നു. പക്ഷേ ലോ കോസ്റ്റ് എന്നുള്ള ആസ്പെക്ട് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യം. ബിക്കോസ് ഒരു വീട് പണിയുമ്പോൾ ഒരു എമൗണ്ടിൽ താഴെ നമുക്ക് ഒരിക്കലും മെറ്റീരിയൽ സെക്യൂർ ചെയ്യാനോ വീട് പണിയാനോ ലേബർ ചെയ്യാനോ പറ്റില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റേറ്റിലാണ് PMAY അവർ വീട് വെച്ച് കൊടുക്കുന്നത്. കേരളത്തിലും അങ്ങനെയാണ്. പിന്നെ ലൈഫ് പദ്ധതി വെച്ച് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അതിൽ മെറ്റീരിയൽസിനൊക്കെ നല്ല വിലയാണ്. അപ്പം അതൊരു ലോ കോസ്റ്റ് ഹൗസ് എന്ന് നമുക്ക് വേണേൽ പറയാം. ലോ കോസ്റ്റ് ഹൗസ് എന്ന് പറയാം. അത് നല്ലൊരു ഇതാണ് ബിക്കോസ് എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിൾ വിൽ ബി അഫോർഡിങ് ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് അഫോർഡബിൾ ഹൗസ്, കോസ്റ്റ് എഫക്റ്റീവ് ഹൗസ്. അത് ഇറ്റ്സ് എ ബിറ്റ് മോർ ഒരു കാറ്റഗറി അല്ല, അതൊരു ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഒരു കോസ്റ്റ് അഫോർഡബിൾ എന്ന് പറയുന്നത് എൻ്റെ അഫോർഡബിലിറ്റി ആയിരിക്കില്ല വേറൊരാളുടെ അഫോർഡബിലിറ്റി. 1 കോടി രൂപയ്ക്ക് ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ ആ 1 കോടി രൂപയ്ക്ക് മാക്സിമം വർത്ത് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം അയാൾക്ക് കിട്ടണം. ദാറ്റ്സ് കോസ്റ്റ് അഫോർഡബിലിറ്റി. മനസ്സിലായി? അതേപോലെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് കോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് അയാൾക്ക് കിട്ടണം. 10 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ അയാൾക്ക് കിട്ടണം. അതിനകത്ത് മനസ്സിലായി? ദാറ്റ്സ് ദ ഡിഫറൻസ്. ഒരു 10 കോടി രൂപയുടെ വീട് കോസ്റ്റ് എഫക്റ്റീവ് ആവും, അതേപോലെ തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ വീട് കോസ്റ്റ് എഫക്റ്റീവ് ആവും. അത് കംപ്ലീറ്റ്ലി ക്ലയന്റ് ഓറിയന്റഡ് ആണ്. അവരുടെ ആ എക്സ്പെൻഡിച്ചർ അനുസരിച്ചാണ് വരുന്നത്. അല്ലേ? നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് അത് വേർത്താവണം. ആർക്കിടെക്ചറൽ ഡിസൈനിനെ കുറിച്ചും പ്ലാനിങ്ങിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. താങ്ക് യു ഗൗതം ഫോർ ദാറ്റ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.